ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പനീർ ടിക്ക മസാലയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ചപ്പാത്തിക്കും നാനിനും ഫ്രൈഡ് റൈസിനും ഒക്കെ പറ്റിയ നല്ലൊരു മസാലയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു പാത്രം എടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ചെറിയ ജീരകത്തിൻ്റെ പൊടി 3/4 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3/4 ടേബിൾ സ്പൂൺ, കുറച്ച് കസൂരി മേത്തി കൈവച്ചിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാമേ. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവേല ഉണക്കി പൊടിച്ചതാണേ. 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പുളിയുള്ള തൈരാണ് നിങ്ങളിലുള്ളതെങ്കിൽ അതിൻ്റെ പകുതി അളവിന് ചേർത്ത് കൊടുത്താൽ മതിയേ. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത സമയത്ത് നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. 200 ഗ്രാം ഫ്രോസൺ പനീറാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം കുറവായിട്ട് തോന്നി, അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. 3 കളറിലുള്ള ക്യാപ്സിക്കം സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഒരുപാട് ക്യാപ്സിക്കം കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും അളവിന് എടുത്തേക്കുന്നത്. ഇതിൻ്റെ പകുതി അളവ് നിങ്ങൾ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു സവാള സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം. നിങ്ങളെ കയ്യിൽ വലിയ പാൻ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കണേ. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഓയിൽ മതി. ഞാനിവിടെ ചേർത്തേക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇതിന് പകരം സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാമേ. ഞാനിവിടെ പനീറാണ് ആദ്യം ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ തെങ്ങോലയിൽ നിന്ന് എടുക്കുന്ന ഈർക്കില്ലേ അതോ ഉണ്ടെങ്കിൽ ഇതൊന്ന് കോർത്ത് അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പാനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. പനീറിൻ്റെ ഓരോ സൈഡും കളർ മാറുന്ന അനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമേ. ഇനി വീണ്ടും നമ്മുടെ പാനിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വലിയ പാൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യണേ. മസാല പുരട്ടി വെച്ചിരുന്നതെല്ലാം ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1.5 ടേബിൾ സ്പൂൺ ബട്ടറുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണാണ്. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ കളറൊന്ന് മാറി വരില്ലേ, അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ്. ഇനി നമുക്കിത് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാമേ. 2 മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്തേക്കുന്നതാണ്. ഇവ കൂടെ ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരില്ലേ, അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ. തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പനീറും ക്യാപ്സിക്കവും ഒക്കെ ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ.
നമ്മുടെ പനീർ ടിക്ക മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.